ഹലോ ഹായ് വെൽക്കം ടു ദ ഷോ. യെസ്, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന മൂവിയാണ് ബാൻഡ്ര എന്ന് പറയുന്ന മൂവി. അപ്പോൾ ഈ മൂവി November 10th ഹിറ്റിംഗ് തിയേറ്റർ വെരി സൂൺ. അപ്പം സോ എക്സൈറ്റഡ്, കാരണം കുറേ നാളുകളായിട്ട് നമ്മൾ ആക്ച്വലി വെയിറ്റിംഗ് ആയിരുന്നു. ഇതിൻ്റെ ടീസറും എനിക്കൊന്ന് ഫസ്റ്റ് ടീസർ, സെക്കൻഡ് ടീസർ, അപ്പോൾ വി ആർ ആക്ച്വലി വെയിറ്റിംഗ്. ഇത് എന്താണ് പരിപാടി, സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ടുഡേ നമുക്ക് ഇവരെ കിട്ടിയത് ഫൈനലി. ആൻഡ് ദ ഫസ്റ്റ് പേഴ്സൺ, ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് ഒരു പീപ്പിൾസ് ഫേവറേറ്റ് എന്ന് ഒരു സംശയവും ഒരു ഡൗട്ടും ഇല്ലാതെ വളരെ സ്പഷ്ടമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹീസ് എ മോർ ദാൻ ഒരു ആക്ടർ. ഞാൻ പറയുമ്പോൾ ഒരു എൻ്റർടൈനർ എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് വളരെ വിരളമായിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒന്നടങ്കം പറയാവുന്ന ഒരു ആളാണ്. ഹീസ് എ അമേസിംഗ് ആക്ടർ, എൻ്റർടൈനർ. ദിലീപേട്ട, പീപ്പിൾസ് ഫേവറേറ്റ്, ജനപ്രിയ നായകൻ. യെസ്, ഓഫ് കോഴ്സ്. ആൻഡ് ദ സെക്കൻഡ് പേഴ്സൺ, എനിക്കൊന്ന് ഫസ്റ്റ് ടൈമാണ് മലയാളത്തിൽ. ബാക്കി ഒരുപാട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്, മോർ ദാൻ അറൗണ്ട് ലൈക്ക് 2 decades ഇപ്പോൾ അത് പോകുന്നു. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ് കേരളത്തിലേക്ക്. ആൻഡ് ദ മൂവി വി ആർ ബാഡ്ലി വെയിറ്റിംഗ് ടു സീ ദ മൂവി. തമന്ന, ഹായ്, വെൽക്കം. Hello. Welcome to Kerala. Yes, welcome to Kerala. Aditi Devo Bhava എന്നാണല്ലോ. So welcome to Kerala. Thank you so much. ആൻഡ് ഈ ഒരു ബാൻഡ്ര എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ദ മാൻ ബിഹൈൻഡ്, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ, അല്ലെങ്കിൽ ഇത് captain of the ship. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് തീർച്ചയായിട്ടും പറയാൻ ഒരുപാട് നല്ല മൂവികൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയാൻ വേണ്ടി ക്യാപ്റ്റനോടാണ് ചോദിക്കേണ്ടത്. യെസ്, അരുണ്ട, താങ്ക് യു. വെൽക്കം. താങ്ക് യു. അപ്പോൾ എന്താണ് വിശേഷം, പറയൂ. നിങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ? ഭയങ്കര long intro ആയി പോയില്ലേ? നല്ല ഇൻട്രൊഡക്ഷൻ തോന്നുന്നുണ്ട്. അതെ അതെ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് മൂന്നുപേരെ. താങ്ക് യു. സന്തോഷം. ബാൻഡ്രയെ കുറിച്ച് പറയാനാണെങ്കിൽ ബാൻഡ്ര എന്നെ കുറിച്ച് പറയാനാണ് വിളിച്ചു വെച്ചത്. പിന്നെ ചേട്ടൻ പറഞ്ഞു. ക്യാപ്റ്റൻ ഓഫ് അല്ല, നമ്മളെ അതിഥി ദേവോ ഭവ എന്നാരോ പറഞ്ഞായിരുന്നു. ആ, പറഞ്ഞില്ലേ? അതിഥിയോട് ചോദിക്കാം. അതിഥി അല്ല കേട്ടോ, നമ്മളെ പാർട്ട് ഓഫ് അവർ ഫാമിലി. പക്ഷെ എന്നാലും ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ആളാണ്. നമ്മള് കേരളത്തിലേക്ക് നമ്മളിങ്ങനെ ക്ഷണിച്ചിരിക്കുകയല്ലേ. ആൾക്ക് അന്യല്ല, കാരണം നമ്മൾ നേരത്തെ കണ്ട ഒരുപാട് സിനിമകളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ എന്താ തമ്പടിച്ച എന്താ പറയാ, Etched in our hearts. You are etched in our hearts. I can say that. ഹൃദയത്തിൽ നിലയുറപ്പിച്ചു. ഹൃദയത്തിൽ തറച്ച. No, but I think Dileep sir is one person who's extremely warm at any point of time, and truly enough, like Arun sir and Dileep sir, two people I always call when I come to Kochi, or even if I need something in Kochi, or if I'm stuck somewhere, and I'm always calling them. So they've made me feel like a part of their family, and they've made me that comfortable that I can do that with them. So yeah, I mean, going through the process of shooting Bandra was really it was also a discovery of people here, and I do feel like at the end, in the long whatever journey you make as an actor, eventually you remember experiences. You don't remember hits and flops and all that as much, but you remember people. Yes. Because eventually those are the memories that stay. Remains. So yeah, I think this is very important that you have good memories, and they've left me with some wonderful memories. Exactly. So ma'am, as he said, it's been like almost 2 decades you've been working in almost all industries in film, right, in India. So have you ever felt it's been a little bit late, or I could have made this entry to Malayalam a little bit earlier? I always think that Malayalam films have been very, very ahead of their times. And Indian cinema's best work has come out of Malayalam, and people always look up to Malayalam cinema. So I feel like somewhere I needed to also have certain life experience to be able to be a part of cinema like this. I think I did a lot of commercial cinema, and of course I had some very, very interesting parts in the framework of commercial cinema. But I think I'm better equipped now. I'm glad I'm doing it now. I think I'm also ready for it as a performer to take on more challenging characters. So I'm happy it's now. I'm glad it didn't happen before. All right. അപ്പോൾ ദിലീപേട്ട പറയൂ, എന്താണ് ഇതിൽ? കാരണം പല മൂവികൾ എടുത്ത് നോക്കുമ്പോൾ അതിന് ഡിഫറെൻറ്റ് ലുക്സ് ഉണ്ട്, പല രീതിയിലാണ് ഇത് പോർട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ എന്താണ് ബാൻഡ്രയിൽ പരിപാടീസ്? ഇതൊരു ഡോൺ അണ്ടർവേൾഡ് മൂവിയൊന്നുമല്ല. ഇത് അല്ലാത്ത ഒരു ജനകീയനായ, എല്ലാവർക്കും ഒരു നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളുടെ ലൈഫിൽ ഒരു പെൺകുട്ടി വന്ന് കയറുന്നതും പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് പോകുന്ന സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ സാധാരണ ഇതിന് തുടങ്ങിയത് പ്രോബ്ലംസ് ഇങ്ങനെ ബിഗ് ആയി മാറുക എന്ന് പറയില്ലേ,
പ്രോബ്ലം ഉണ്ടാകുമ്പോൾ സൊല്യൂഷൻ ഉണ്ടാവും എന്ന് പറയുന്ന രീതിയിലാണ്. ഇതൊരു ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്, ലവ് എല്ലാം വരുന്നതാണ്. പിന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്തതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 6-7 വർഷമായിട്ട് ഞാൻ ഡാൻസൊന്നും ഒരു ഫിലിമിലും അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പൊ അതിന്റെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പഠിക്കാതെ തന്നെ ഇങ്ങനെ ചെയ്യുമെങ്കിൽ പഠിക്കാതിരുന്നത് നന്നായി പറഞ്ഞിട്ട് അങ്ങനെ. ബട്ട് ഭയങ്കര എന്താ പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട്, എനിക്ക് വേറെ ലാംഗ്വേജിൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഹീറോയിനാണ്. നമ്മുടെ ഇവിടെ വരുമ്പോൾ എത്രയോ കാലമായിട്ട് നമ്മൾ എന്തോ ഭയങ്കര അടുപ്പമുള്ള പരിചയമുള്ള ഒരാളെ പോലെയാണ് ഷി ബിഹേവ്സ് ലൈക്ക് ദാറ്റ്. എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു ഫീല്, ഒരു കെമിസ്ട്രി ശരിക്കും സ്ക്രീനിലും ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ, ആ ക്യാരക്ടേഴ്സിൻ്റെ ഇഷ്ടം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക, സിങ്ക് ആവുക എന്ന് പറയില്ലേ. അപ്പം അത് ഞാൻ ഇപ്പോൾ അരുണും ഉദയനും കഥ പറഞ്ഞ സമയത്ത് നമ്മുടെ മനസ്സിൽ പോയത്, ഞാൻ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറയുന്നു അതിസുന്ദരിയായ ജനങ്ങൾക്ക് അങ്ങനെയുള്ള ഇങ്ങനെയുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്കെച്ച് ചെയ്യുമല്ലോ ഒരാളെ. ഞാൻ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതിൽ എൻ്റെ മനസ്സിൽ വരുന്ന ഒരാൾ ഇവരാണ് ഫസ്റ്റ്. അപ്പോൾ അരുണ് പറഞ്ഞാൽ കറക്റ്റാണ്, അത് ഒരാൾ കറക്റ്റാണ്. കാരണം ഞാനായിട്ട് കോമ്പിനേഷൻ ഇതിന് മുമ്പ് ചെയ്യരുത്. കാരണം ഞാനും ഇവരാദ്യമായി കാണുന്ന, ജനങ്ങളും ആദ്യമായി കാണുന്ന ഫീലുള്ള ഒരാളായിരിക്കും. ഫ്രഷ്നെസ് ഉണ്ടാവണം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞു, ആദ്യം അവരെ കിട്ടുമെന്ന് ചോദിക്കും, അവരുണ്ടെങ്കിൽ ഈ സിനിമയുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു കണക്ഷനുമില്ല, ഒന്നുമില്ല. അങ്ങനെ പിന്നെ അരുൺ പിന്നെ അതിൻ്റെ പുറകെ പോയി ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. പിന്നെ അവസാനം ആളെ കണ്ടുപിടിച്ചു, ഏത് വഴിക്ക് പോകണം അങ്ങനെയൊക്കെയായി. അത് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഐ മെറ്റ് തമന്ന. ഞാൻ പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് അവൻ ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിശ്വാസമായി, കണ്ടു ആളെ കണ്ടു, അടുത്തുണ്ട്, അടുത്തെത്തി, നീ കഥ പറഞ്ഞു. അപ്പൊ കഥ പറഞ്ഞു, കഥ ഇഷ്ടമായി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചത് പൂജയ്ക്ക് ഞാൻ നേരിട്ട് കണ്ടപ്പോഴാണ് സമയത്ത്. കാരണം നമ്മളെ സംബന്ധിച്ച് ഡ്രീം കംസ് ട്രൂ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ് നമ്മൾ ഒരു വർഷത്തിൽ പ്രോസസ്സ് ഉണ്ട്, ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടാണ് അവസാനം നമ്മളുടെ ഒരു ഇതുവരെ ഞാൻ ചെയ്തതിൽ ഏറ്റവും വേറൊരു ടൈപ്പ് മൂവിയാണ്. എന്നുവെച്ചാൽ വേറെ ബോൾഡായിട്ടൊരു ക്യാരക്ടർ ഉണ്ടായി, അയാളുടെ ലൈഫ്, അയാളുടെ സ്ട്രഗിൾ. വെച്ചാൽ ഏതൊരാളും ലൈഫിലെ സാക്രിഫൈസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അത് ഏതൊരാൾക്കുണ്ട്, ആണിനുണ്ട് പെണ്ണിനും ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം 2 പേരും ലൈഫിൽ സാക്രിഫൈസ് സ്ട്രഗിൾ ചെയ്യുന്ന ഇമോഷൻസ് എല്ലാം കൂടി ഉള്ളൊരു ബിഗ് ഫിലിമാണ്. അപ്പം അത് ഞാൻ ഇതിന് മുമ്പ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പോൾ അരുൺ ചെയ്ത രാമലീല, എൻ്റെ ലൈഫിൽ ക്രിട്ടിക്കൽ സ്ഥലത്ത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ് ആ മൂവി. അതിനുശേഷം ഇപ്പോഴും നമുക്കങ്ങനെ സിനിമ ആവശ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സിനിമ ദൈവാനുഗ്രഹിച്ച് ജനങ്ങളത് ഭയങ്കരമായിട്ട് സ്വീകരിച്ചു, വോയിസ് ഓഫ് സത്യനാഥൻ. അതിനുശേഷം വരുന്ന എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് ഈ മൂവി ബാന്ദ്ര. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ശരത്കുമാർ സാറുണ്ട്, പല ലാംഗ്വേജിൽ പല ആളുകൾ, ഡിനോ മോറിയോ, പിന്നെ വി ടി ഗണേഷ് സാർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഇപ്പോൾ തമന്നാജി ഹീറോയിനായി വരുമ്പോൾ വേറെ ആൾക്കാർക്കെല്ലാം ഡൗട്ടായിരിക്കും. നമ്മൾ പല ആൾക്കാരും ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു വേഷമുണ്ട്, അതും അതുപോലെ ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങനെ ഒരാൾ ചെയ്യണം എന്നുള്ളതുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ പല ആൾക്കാരെ പുറകെ പോയിട്ട് പലരും ഇങ്ങനെ മാറി. കാരണം തമന്ന പാട്ടിയാണ് ഹീറോയിൻ, അപ്പം ഇനി നമ്മൾ അവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അതിനെ വന്ന ഒരാളാണ് ഇപ്പം നമ്മുടെ ഒരുപാട് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിട്ടാണ് മമത. അപ്പം നമ്മൾ അങ്ങനെ ഓരോ ആളുകളും അവരവരെ, ഷാജോൺ, ഗണേശേട്ടൻ, അവരൊക്കെ അത്രയും തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഈ സിനിമക്കാരുടെ ഷെഡ്യൂൾസ് ഇങ്ങനെ പല പല സ്ഥലത്തും അത്രയും. പിന്നെ ഈശ്വർ റാവു, നമ്മൾ ഇതിലെ അമ്മ ക്യാരക്ടർ, അപ്പം അതിന് കറക്റ്റ് നമ്മൾ ഇന്ന ആൾ വേണം, അവരെ പോയി തേടി പിടിച്ച് അങ്ങനെ. അപ്പോൾ ഈ ഫിലിമിൽ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കോംബാണ്, വരാത്ത കോമ്പിനേഷൻസ് ഒരുപാട് ഇതിൽ സംഭവിച്ചു. പിന്നെ അതുപോലെ എല്ലാ ലാംഗ്വേജിലെ ആൾക്കാർ അവരുടെ ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു മലയാള ഫിലിം എന്ന് പറയില്ലേ, അതൊന്ന് അയാൾ മലയാളം പറയുക. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ പല പല സ്ഥലത്ത് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ നമ്മുടെ പോലെ സംസാരിക്കണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ ഹിന്ദി സംസാരിക്കും,
നമുക്ക് ഹിന്ദി അറിയാമെങ്കിൽ നമ്മൾ ഹിന്ദി സംസാരിക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു രീതിയിൽ സംസാരിക്കും. തമിഴാണെങ്കിൽ തമിഴിലെ ആള് മലയാളം പറയാൻ ശ്രമിക്കുന്നില്ല, ആൾ തമിഴാണ്. ഒരാള് തെലുങ്കാണ്, അല്ലെങ്കിൽ ഒരാൾ കന്നഡയാണ്. ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഈ മൂവിയിൽ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് പോയി. പക്ഷെ ഇന്ത്യൻ, കാരണം നമ്മൾ പല സ്ഥലത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതില്ലേ. പിന്നെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ചിലപ്പോൾ ഹിന്ദി മനസ്സിലാവാത്ത ആൾക്കാർക്ക് നമ്മൾ സബ്ടൈറ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യും നാച്ചുറലി. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇത്തിരി ടഫ് ഗെയിം ആയിട്ടുള്ളത് തമന്ന മാം തന്നെ. കാരണം മാം അതിന് നല്ല സ്ഫുടമായിട്ടുള്ള മലയാളമല്ലേ സംസാരിക്കുന്നത്. തമന്നാജിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ലാംഗ്വേജിലും വർക്ക് ചെയ്ത്, മലയാളം മാത്രമേ വരാത്തുള്ളൂ, ബാക്കി എല്ലാ ലാംഗ്വേജും അറിയാം. നന്നായിട്ട് തമിഴ് സംസാരിക്കും, നന്നായിട്ട് തെലുങ്ക് സംസാരിക്കും, ഹിന്ദി സംസാരിക്കും, പിന്നെ ബംഗാളി, മറാത്തി, കിട്ടും. Okay, I know. He prompted me. Yes, I know. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ചോദിക്കാം, ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ കൺവിൻസ് ചെയ്യാന്നുള്ളത് വലിയൊരു പാട്ടാണല്ലോ. അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കഥ പറയുമ്പോൾ മേ ബി അവർ ചിലപ്പോൾ ഒരു ടൈം എടുക്കും, ചിലപ്പോൾ ഒരു 1 വീക്ക് ആയി കഴിഞ്ഞിട്ടായിരിക്കും ദിവസം പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് തമിഴ്നാട് അടുത്ത് പറഞ്ഞ ടൈമിൽ ആ ഒരു അപ്പം തന്നെ ഇമ്മീഡിയറ്റ് യെസ് ആയിരുന്നു. നമുക്ക് പൊതുവെ ആൾക്കാരോട് കഥ പറയുമ്പോഴത്തേക്കും നമ്മൾ കഥ കേട്ടതിന് ശേഷം അവർ ഭയങ്കര പ്രോസസ്സിങ്ങിന് ഒരു ടൈമൊക്കെ എടുക്കും. അത് തെറ്റല്ല, അത് ചില രീതിയാണ്, ആളുകൾ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം ഈ സിനിമയിൽ രണ്ടുപേരും ഇപ്പം ഹീറോ ആണെങ്കിലും ഹീറോയിൻ ആണെങ്കിലും കഥ കേട്ട ഉടനെ ഇമ്മീഡിയറ്റ് ഒരു എസ് പറഞ്ഞ രണ്ടുപേരാണ്. ഇപ്പം ദിലീപ് ആണെങ്കിലും തമന്നയാണെന്നുണ്ടെങ്കിലും കഥ കേട്ടിട്ട് ഇമ്മീഡിയറ്റ് ആണ് എസ് പറയുന്നത്. ഇമ്മീഡിയറ്റ് എസ് പറയുന്നത് എനിക്ക് ഞാൻ അവിടെ ചെന്ന് കഥ പറയുന്ന അന്ന് വൈകുന്നേരം തന്നെ കഥ കേട്ട ഉടനെ പറയുന്നുണ്ട്, ഇതെനിക്ക് വർക്കാണ്, ഈ സിനിമ എൻ്റെ ക്യാരക്ടർ എനിക്ക് വർക്കാണ്, നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. അവരുടെ ടൈമും സ്കെഡ്യൂളും ആണ് അവരുടെ ഭയങ്കര ഈ പറയുന്ന കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഫസ്റ്റ് കഥ കേൾക്കുമ്പോൾ യെസ് ബട്ട്, അത് കഴിഞ്ഞ് തമന്ന സെഡ് യെസ്, അപ്പോഴാണ് എന്റെ എസ്. Why did you commit this film? So when Arun sir narrated the story to me, I definitely saw his overall vision. I think that's what really clicked for me. I love the fact that he was establishing a world and we all were playing very, very well etched parts. It's always very nice to be a part of a film. And I think Dileep sir was explaining, it's very rare that you come across scripts where all stratas of society will relate to it. But you're playing very different characters. So the characters have no connection with regular people, but still the journey is something that everyone will somewhere connect with. So I got that wholesome experience. And I don't know if you know how a narration goes, but it's normally a long process. Okay. And if you can sit through it and feel good after it, that is it's a trade secret. Normally I'm like, after 3 hours I'm either going to sleep or I'm about to. Is it? Yeah, so I really enjoyed when I was getting the narration, I was really like, I was intrigued. It's storytelling, right? Essentially it is you getting engrossed into some life, into some world. So I think that was what was most exciting. And then of course it happening with Dileep sir, and I understand that certain characters on paper they have so much definition, but only when a certain actor comes and performs it does it become alive. And when I saw Dileep sir performing and I was standing in front of him and performing those scenes, he has such a larger than life presence, and to top that he's a world class actor. So I think that is what is, that's what it takes to sometimes add so much more value to characters that are written well, but it needs something more. I mean, we talk about what is that X factor. I think it's that. And I feel like that's why in this film particularly, the casting was crucial. And not just for our characters, but I feel everybody's character, the casting was very, very crucial because it's very peculiar. And I think Arun sir was very specific that he wanted specific people for specific parts. And I think that's been his largest, struggle with the film, because he was very convinced about certain people doing certain parts. And I think that's worked in our favor. Like when we see those people performing those parts, we don't have to, it's just communicated on its own. And I've seen some of the best filmmakers of our country not choose actors because they're a star or not because they are someone, but because they actually suit the part. Correct.
because they bring authenticity to it. You know, so yeah, those were many reasons for me to be a part of Bandra. ദിലീപേട്ട, ഇപ്പം ദിലീപേട്ടനും ഷാജോൺ ചേട്ടനും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഹ്യൂമർ ആയിട്ടുള്ള റോളുകളായിരിക്കും ചെയ്യുന്നത്. ബാൻഡ്രയിലും അങ്ങനെ തന്നെയാണോ? ഇല്ല, ഇപ്പൊ രാമലീലയിൽ ഞാൻ ഹ്യൂമറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ സിറ്റുവേഷനിൽ കുറച്ച് തമാശകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലങ്ങനെ ഹ്യൂമർ അല്ല, ഇത് പ്ലസന്റ് മൂവിയാണ്. പക്ഷെ ഷാജോണിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഞാൻ ചെയ്യുന്ന ആല എന്ന് പറയുന്നതാണെങ്കിലും ഷാജോൻ ചെന്ന് മിർച്ചി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നു ഷാജോന് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്കോപ്പുണ്ട് ഈ മൂവിയിൽ. നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ടീച്ചറിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം വെച്ചാൽ ഷാജോൺ വേറെ സിനിമകൾ മാറ്റി വെച്ചിട്ടാണ് ഈ സിനിമയുടെ കൂടെ തന്നെ നിന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് സമയം ഇൻവെസ്റ്റ് ചെയ്ത്. കാരണം ഇവിടെ നിയമസഭയും പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മളുടെ കൂടെ വന്നിട്ട് ഗണേശേട്ടൻ. കാരണം തമന്നാജിയുടെ ഡേറ്റ്, തമന്നാജി ഓരോ ലാംഗ്വേജിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പോയിട്ട് ഡേറ്റ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി, ബോംബെ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ അദ്ദേഹത്തിന് വരേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിനേക്കാളൊക്കെ അപ്പുറം ഇത് വലിയൊരു സിനിമയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പറയാന്നുള്ളത് പ്രാവർത്തികമാക്കാന്ന് പറയില്ലേ, അതിന് നല്ല പണച്ചെലവുണ്ട്. അതിന് പ്രത്യേകിച്ച് ഞാനൊക്കെ നിൽക്കുന്നപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമൊക്കെ നിങ്ങൾക്കറിയാം. ആ സമയത്ത് ഇത്ര ഹ്യൂജ് മണി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസർ വരിക എന്ന് പറയുന്നതാണ്. അത് ആ സിനിമ ഇഷ്ടപ്പെടുക, നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മളെ വിശ്വസിച്ചിട്ട് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയും. അത് തീർച്ചയായിട്ടും ഫൈനൽ ജഡ്ജസ് ജനങ്ങളാണ്. ജനങ്ങൾ ഈ സിനിമ കാണാൻ തിയേറ്ററിൽ വരും എന്നുള്ള വെച്ചാൽ ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ളൊരു മൂവിയാണ്. ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക. കാരണം അതിൻ്റെ ഫീൽ അപ്പോഴേ മനസ്സിലാവുള്ളൂ. അതിൽ ഇതുപോലെ മ്യൂസിക്കൽ സാം CS ആണ്. ഇപ്പം നമുക്കാണ് ഇവിടെ നമ്മൾ കണ്ടതിൽ ലാസ്റ്റ് വന്ന RDX ആണ് സാം ചെയ്തത്. വിക്രം വേദ മുതൽ നമ്മൾ സാമിൻ്റെ ഡിഫറെൻറ്റ് ഫിലിംസ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഫൈറ്റ്, അനുപറിവ് തുടങ്ങിയ ആൾക്കാരൊക്കെ എല്ലാവരും കൂടി ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഒരു, പിന്നെ ക്യാമറ ഷാജി, അങ്ങനെ ഒരുപാട് പേര്, എഡിറ്റർ വിവേകാർഷൻ തുടങ്ങിയ എല്ലാം ഹൈടെക് വെച്ചാൽ വലിയ ക്വാളിഫൈഡ് ടെക്നീഷ്യൻസ് എന്ന് പറയുന്ന ഒരു എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവം. ദിലീപേട്ട, ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം ആൾക്കാരൊരു ഇഷ്ടം കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടുള്ളൊരു പരിപാടിയാണ്. ഇപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു സ്റ്റാർട്ടിങ് വെച്ച് സ്ക്രാച്ച് നോക്കുമ്പോൾ തന്നെ ആ ഒരു -1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫോർട്ടിട്ട് ഗ്രോ ചെയ്ത് ഇപ്പോൾ ഈ നിൽക്കുന്ന ഒരു വ്യക്തി വീണ്ടും ഗ്രോ ചെയ്യാൻ വേണ്ടി ഇനിയും നല്ല നല്ല പടങ്ങൾ ചെയ്യാൻ വേണ്ടി ഉള്ളൊരിതാണ്. അപ്പോൾ കമൽ സാർ എനിക്കൊന്ന് ഏതോ ഒരു ഇൻ്റർവ്യൂ ടൈമിൽ പറഞ്ഞ് ഞാൻ ഓർമ്മയുണ്ട്, ദിലീപ് ആണെങ്കിലും ഷൈൻ ടോം ഒക്കെ ആണെങ്കിലും ഡിറക്ഷൻ എന്നുള്ളൊരു എയിമിലായിരുന്നു വന്ന് പെട്ടത്. പക്ഷേ പിന്നെ അവിടുന്ന് ആക്ടിങ് എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അത് ഞാൻ ഇതിപ്പോൾ ഇത്രയും പറഞ്ഞതിൽ ഫസ്റ്റ് മൈൻഡിൽ വന്നൊരു കാര്യം എന്താണ് ഈ കമൽ സാർ പറഞ്ഞത്. പക്ഷെ ഞാൻ ഏറ്റവും ആദ്യം അഭിനയിക്കാൻ വന്ന ആളാണ്. അത് പിന്നീടാണ് ഞാൻ ആദ്യം ജയറാമൻ്റെ അടുത്ത് പറയുന്നത് ഐ വാണ്ട് ടു ആക്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത്, എടാ നീ ഇപ്പോൾ ഞാൻ ഭയങ്കര മെലിഞ്ഞിരുന്നിരുന്ന ഒരാളാണ്, ഭയങ്കരമായിട്ട് സ്ലിം ആയിരുന്നു. അപ്പോൾ ജയറാമൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ ജയറാമൻ്റെ പറഞ്ഞു, ഞാൻ അഭിനയിക്കുന്ന സിനിമയിൽ നിനക്ക് എന്തെങ്കിലും വേഷം. അപ്പോൾ സർ പോസ്റ്റ് ചേട്ടാ അയാൾ വന്നിട്ടുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെയുള്ള വേഷം മതിയോ? ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എന്നാലും ആൾക്കാർ തുമ്മുമ്പോൾ ആ സ്പീഡിൽ പോകരുത്, ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നീ സിനിമ പഠിക്കുക. അങ്ങനെയാണ് ഞാൻ കമൽ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആവുന്നതും ഇതൊക്കെ. പിന്നെ ഞാൻ ഒരു ഘട്ടത്തിൽ ഇപ്പം ഞാൻ വിട്ടു ആക്ടിങ്, വിട്ടിട്ട് പിന്നെ ഞാൻ ഫുൾ ഡയറക്ഷൻ ആ രീതിയിലൊക്കെ ഞാനും ലാലും ഒക്കെ സാറിൻ്റെ കൂടെ എപ്പോഴും പോവുക, ഡിസ്കഷൻസ് ആ രീതിയിലൊക്കെയായി മാറി. പിന്നെ യാദൃശ്ചികമായിട്ട് ഞങ്ങൾ കമൽ സാർ ഇടയ്ക്കൊരു ബ്രേക്ക് വന്ന സമയത്ത് ഞങ്ങൾ വേറെ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ നടക്കുക. ആ സമയത്താണ് സൈന്യം എന്ന് പറഞ്ഞ സിനിമയിൽ ഇങ്ങനെ അഭിനയിക്കാൻ ആൾക്കാർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ പോയി. അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോഴാണോ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് ഈ കഥ പറയുമ്പോൾ അതിൽ ദിലീപേട്ടന് ചെയ്യണം തോന്നിയൊരു ക്യാരക്ടർ വരുമ്പോൾ ദിലീപേട്ടൻ ഇങ്ങനെ സൈഡിൽ നിന്നുകൊണ്ട് ആ പയ്യൻ ഇങ്ങനെ ആയി മാറും. ഓക്കെ മെലിഞ്ഞ പയ്യൻ, ആ മുടിയുണ്ട്, ആ ഒരു സമയമാണോ അങ്ങനെ? അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അതാ ഒരു സ്ഥലത്ത് ഇപ്പം ഞാൻ വിട്ടു എന്ന് പറഞ്ഞത്, നമ്മളിങ്ങനെ പല ഡിസ്കഷൻ നടക്കും, അവിടെ വെച്ച് ചെയ്യുന്ന ആ കഥാപാത്രം അവസാനം അത് എല്ലാം റെഡിയാക്കി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങളൊക്കെ കൂടി അതിനൊരു ഒന്ന് വർക്ക് ചെയ്ത് റെഡിയാക്കി വെക്കും. അവസാനം കമൽ സാർ പറഞ്ഞ ഡിസ്കഷൻ ഇരുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനെ ഇങ്ങനെ ഇന്നാള് ഇന്നോവേഷൻ ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സംഭവം ഇങ്ങനെ ഇവര് അത് പിന്നെ ദിലീപ് ചെയ്യട്ടല്ലേ എന്ന് പറയും.
ആ പറയുന്നതിന് മുമ്പ് സിനിമ മറ്റേ ക്യാരക്ടർ അത് ഇടവേള ബാബു ചെയ്യും. നമ്മൾ തളർന്ന് അങ്ങനെ 3-4 സിനിമയിൽ ഇത് നഷ്ടപ്പെട്ടതോടുകൂടി ഞാൻ വിചാരിച്ചു നമുക്ക് വിധിച്ചിട്ടില്ല. ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ. പക്ഷെ കമൽസാറിന്റെ സിനിമയിൽ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുന്നത്. അത് യാദൃശ്യം പറ്റി ഇതിപ്പോ ആരാ പറയണത്, ആരുള്ളത്, സാർ ഞാൻ മതിയോ, നീ കയറിക്ക്, അങ്ങനെ ഞാൻ അങ്ങനെ കയറിയില്ല. ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു കോംബോന്റെ കാര്യം നേരത്തെ ശമ്പുചേട്ടൻ സൂചിപ്പിച്ചിരുന്നല്ലോ. ഷാജോൺ ചേട്ടനുണ്ട്, ദിലീപ് ചേട്ടനുണ്ട്, അരുൺ ചേട്ടൻ. അപ്പൊ ഇതിനു മുമ്പ് ഇപ്പം ദിലീപേന്റെ കരിയറിലെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഉണ്ടാക്കിയതായിരുന്നു രാംലീല. അപ്പൊ അരുണേട്ടന് തോന്നുന്നുണ്ടോ അതൊരു ലക്കി കോംബോ ആയിട്ട് ഇതിലും വരും? അങ്ങനെ വന്നതാണോ ഷാജോൺ ചേട്ടൻ ഈ പ്രോഡക്റ്റിന്റെ? അല്ല, അങ്ങനെ ലക്കി കോംബോ നോക്കിയിട്ടൊന്നുമല്ല, ഞാൻ അങ്ങനെ അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ആ ക്യാരക്ടറിന് ഷാജോൺ ചേട്ടൻ ഭയങ്കര ആപ്റ്റാണ്. അതായത് 2 കാലഘട്ടമുണ്ട്, 2 വർഷങ്ങളുടെ ഡിഫറൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ കുറേ ലെയേഴ്സ് ഉണ്ട് ആ ക്യാരക്ടറിന്. അപ്പോൾ അത് ചെയ്യാൻ ആപ്റ്റായിട്ടുള്ള പേഴ്സൺ ഷാജോൺ ചേട്ടനാണ് എന്നുള്ളത് കൊണ്ടാണ് പുള്ളിയെ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ലക്ക് നോക്കിയിട്ടല്ല. So, Tamannaah, I just want to ask you something. You have worked with so many industries like Tamil, Telugu, lot of industries, and this is the first time you are working with the Malayalam film industry. So, what is that kind of a major difference that you feel like when you are coming from all those industries and coming to Malayalam? What is that difference the initial difference that you felt from the whole ambience of? Nothing, yeah. They're all the same. I don't feel like you can generalize industries. I think that's it's films. I think we are essentially, the process of filmmaking is the same everywhere. I think what's interesting is just the combinations. You know, that's what makes every project interesting or makes it different from each other. Here, of course, there was a lot of, when I came on set, I felt very welcomed. I felt very, respected, loved, and also heard as an actor. Because what happens is many a times, for actors, it's very important that people want to collaborate with you and not puppet you. So I really felt that they were, open to what I had to think or what I had to say. So for me, that collaboration is what I really enjoyed. And I feel like that is it's a wholesome experience for an artist. More than just coming and just doing a shot. But here we are not doing just a shot, we are making a film. So just the overall vision, I think they were very supportive of what I had to say or think. And they really supported me because at the end, this was my first Malayalam film. So I really needed the help when it came to the language. And Arun sir made sure, I would be concerned about, say, my pronunciation or how I was going to say the lines. He helped me in every way to make it easy for me. And yeah, I didn't feel like I was performing in a language I didn't know. But that was because they were really making me comfortable. So, and I really enjoyed acting with Dileep sir. I think there's so much to learn from him because he's just such an intense performer. I really, really enjoyed just sharing frame with him. You know what he's called in Malayalam? I You think can repeat after- Janapriya Nayagan, yeah. Janapriya Nayagan Dileep. In one stance, Okay, can you say Janapriya Nayagan Dileep. She's speaking Malayalam very fluently. fluently? Yeah. Yeah. And her Malayalam was really nice actually. 2-3 ഫിലിമിനെ അടുത്ത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ മലയാളത്തിൽ സംസാരിക്കാം. Yeah, we will for sure. Sure. സെറ്റിൽ കോമഡി ഒക്കെ ദിലീപേട്ടൻ്റെ സെറ്റിലൊക്കെ പലരും ആർട്ടിസ്റ്റുകൾ പറഞ്ഞു ദിലീപേട്ടനൊക്കെ എന്തെങ്കിലും കോമഡി ഇങ്ങനെ ദിലീപേട്ടൻ കോമഡി പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്തൊരു കാര്യം ദിലീപേട്ടൻ്റെ ഒരു മോഡുലേഷൻ ഒന്ന് ചേഞ്ച് ആവും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഈ ലൊക്കേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ കോമഡി എസ്പെഷ്യലി മലയാളം അത്ര കറക്റ്റ് അല്ല, എന്നാലും അവിടെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ലിഹിന്റെ ക്യാമറ എന്തെങ്കിലും തമാശകളുണ്ടായിരുന്നു. അതിന്റെ ഇതിന്റെ മുമ്പിൽ ക്യാരക്ടേഴ്സ് അങ്ങനെയുള്ള വേറെ മൂഡിലുള്ള ക്യാമറയുടെ മുന്നേ അവരാരെയും കോമഡി പറയാൻ ഞാൻ സമ്മതിച്ചില്ല. പല സാധനങ്ങളും. കാരണം നമ്മൾ സാധാരണ ഉള്ള ദിലീപ് ഈ സിനിമയിൽ വേണ്ട, ഇതിൽ വേറൊരു ആല മതി എന്നുള്ളൊരു തീരുമാനം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നമ്മുടെ പാഴായിപ്പോയി. പിന്നെ അതിനകത്ത് കൂടെ ഉള്ളത് ഞങ്ങൾ കോമ്പിനേഷൻ അപൂർവമായിട്ട് കിട്ടിയിട്ടുള്ളൂ സിദ്ദിഖ. ഞങ്ങൾ മാറിയുന്ന ഒരുപാട് ചിരിക്കും, ഞങ്ങൾ ഇപ്പൊ കണ്ടാലും ചിരി തുടങ്ങുന്ന 2 പേരാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ ഹീറോ ആയിട്ടുള്ള ആളാണ് സിദ്ദിഖ. സിദ്ദിഖ ഒരുപാട് തമാശകൾ SP ക്യാരക്ടർ സിദ്ദിഖ ഞങ്ങൾ മാറിക്കുമ്പോൾ അങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന ആൾക്കാരാണ്.
അപ്പൊ ഇവര് ചോദിക്കും എന്തോ പ്ലാൻ ചെയ്ത് വരികയാണ്, നമ്മൾ അതിനകത്തേക്ക് ഇല്ലപ്പാ, ഇവിടെ എത്തോളാം. കാരണം സിനിമയിൽ തമാശ വേറെ മൂഡിലാണ് ഈ രാമലീലയിൽ അങ്ങനെ. രാമലീലയിൽ ദിലീപിന് ഷാജി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വന്നിട്ടായാലും നമ്മളടുത്ത് എന്തിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ചേട്ടാ അത് നമുക്ക് ഇതിലേക്ക് വേണ്ടല്ലോ എന്ന് സ്പോട്ടിൽ കോമഡി പ്ലാൻ ചെയ്തില്ല ആ പിന്നെ ഇംപ്രോവൈസ് ചെയ്യും. അപ്പോഴത്തേക്ക് പറയുമ്പോൾ നമുക്ക് ചേട്ടാ നമുക്കിത് വേണ്ട, ഇത് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി ഉടനെ പറയാം ഷാജുനെ അവന് വേണ്ടെന്ന് പറയാം, എന്നാ പിന്നെ നമുക്ക് അടുത്ത പടത്തിൽ ഇടാം. അങ്ങനെ ആ സ്പോട്ട് ഇംപ്രോവൈസേഷൻ ഭയങ്കര ആസ്വദിക്കും സംഭവം കൊള്ളാം. ഇതിൽ വേണ്ട, അതായത് അല്ല നമുക്ക് നമ്മളപ്പോ തന്നെ ഫീഡ് ചെയ്യും, സാധനം ഏക്കുന്നുണ്ട്, ചിരിച്ചു, നമ്മളിത് എടുത്തിട്ട് വേറെ സ്ഥലത്ത്, അത് കുറെ സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ആ കല്യാണരാമൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് സലീം കുമാറേട്ടന്റെ കൂടെ ഇങ്ങനെ ചിരി അടക്കി പിടിച്ചുകൊണ്ട് തന്നെ ആക്ട് ചെയ്യുന്ന ഒരു സീൻ ഇഷ്ടമായൊരു സിനിമ ഒരുപാട് ഒരുപാട് പടത്തിലുണ്ട്. മറ്റേ ഹനുമാൻ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പോ രാമലീലയിൽ ഞാൻ ചിരിച്ചിട്ടുണ്ടാവും. ഷാജോന്റെ വിഷയങ്ങളിൽ ഞാൻ ഇവരുടെയൊക്കെ തമാശന്റെ പെട്ടെന്ന് ചിരിക്കുന്ന ഒരാളാണ്. ഈ സിനിമയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഈ സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ പ്ലസന്റ്, നിങ്ങൾക്ക് വേറെ ക്ലാസ് ഉള്ളൊരു മൂവി ആയിരിക്കും. ഇപ്പം ഈ ഇന്റർവ്യൂ തന്നെ നിങ്ങൾക്ക് ഇത്തിരി ക്ലാസ് ആയിട്ട് തോന്നില്ലേ വന്നിരിക്കുമ്പോ? അപ്പൊ ആ ഒരു ക്ലാസ് തമിഴ്നാട്ടിലേക്ക് വന്നപ്പോ വേറെ ക്ലാസ്സായി മൂവി. അപ്പൊ ആ ക്ലാസ് ഡിനോമോറിയോ, ശരത് കുമാർ എന്ന് പറയും, വേറെ നമ്മൾ കാണാത്ത കുറെ കോംബോ വരുമ്പോ നമ്മളും കുറച്ച് ഡീസന്റ് ആവും. Tamannaah ji, have you ever seen or watched any Malayalam movies before? I have actually. I don't remember. I'm really bad with names, and I'm generally like the kind of person who always embarrasses myself because I very, very, very badly forget names. Sometimes with people I know. Okay. So yeah, I'm infamous for forgetting names. So, but yes, I do feel like. For me, it was aspirational to do Malayalam films, and I was waiting when I would get the right opportunity. And I know, like, this experience was so good. I know I will do more Malayalam films for sure, and I really want to. Yeah. So this is definitely first of many Malayalam films I'd do. Yeah. I've heard that you love Fahad Fasil so much. Oh yes, totally. He's an actor I really admire. I think he's another actor who's just, he's broken bounds in terms of language. And people want to watch him in I think that's the thing with Malayalam actors in general. I feel like even whether it's Fahad sir or Dileep sir, if you put them into any cinema, you put them into in the world in any film, they'll still resonate with the people. Okay. It's because they just embody human emotion so well that it doesn't matter what language you put them in. So I feel like that is a very, very peculiar, strong quality in Malayalam actors that I have noticed. That if you would take away the language and you would put some other language on it, it wouldn't matter. The performances are so strong that that's what you feel for. Yes. So yeah, another favorite would be Fahad for sure. Also, ma'am, Tara would be very special for you since it's your debut Malayalam character. Yeah. And also, after watching the 2 teasers, what I felt is she is a heroine like you. So, can we see any kind of glimpses of Tamannaah in Tara? It would be terrible if I have to play myself. Yeah, it's not me at all. In fact, it's for the most furthest I have played from myself. Oh. But I think the world is something I understand. But in terms of characterization, it's really away from who I am. Okay. Yeah. അപ്പോൾ എൻ്റെ ഊഹ ശരിയാണ്, നായികയെ പ്രണയിക്കുന്ന ഒരു ഗാങ്സ്റ്ററിന്റെ സിനിമയാണ്. No, ഇതൊരു ഗാങ്സ്റ്റർ അല്ല, ഇമോഷൻസ് അല്ലേ? ഇമോഷണലി ഈ ആലാന്ന് പറയുന്നത് ഒരു ഗാങ്സ്റ്റർ അല്ലേ? ആല ഗാങ്സ്റ്റർ അല്ല. അയാള് ഒരു ജനകീയനായ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നാട്ടിൻപുറത്ത് അല്ലെ ഒരു സീഷോർ, ആ ഒരു ഹാർബറും ഇതൊക്കെ ഉള്ളൊരു സ്ഥലത്തെ ഒരാളാണ്. അതേ പറഞ്ഞ അത് അണ്ടർവേൾഡ് ഡോണോ ഒന്നും അല്ല ഈ സിനിമ. മുടി നീട്ടി വളർത്തി ഉടനെ അണ്ടർവേൾഡ് ആയോ അങ്ങനെ അതൊക്കെ ഉണ്ടാവും. തോക്കുന്ന സ്ഥലത്ത് എടുത്തു പോണതാ. That's too much generalization, no? ഷാർപ്പ്, ரொம்ப ഷാർപ്പ്. Yeah, they're catching it. Of course, you have to be. Why not? കേരള ഗേൾസ് ரொம்ப ഷാർപ്പ് എന്ന് പറഞ്ഞിട്ട് ശംഭുവിനെ തോണ്ടണം. He's like, yeah. വെരി ഷാർപ്പ് എന്നൊക്കെ. ശംഭുവിനായിരിക്കും കുറച്ച് കൂടുതൽ അറിയാൻ. അതെ
ഷാർപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്ന്. ദിലീപേട്ട അതുപോലെ ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടാവും, എന്നാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ചോദിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു 3 days ബാക്ക് ജോണി ചേട്ടൻ്റെ ഇൻ്റർവ്യൂ എടുത്ത ടൈമിൽ ജോണി ചേട്ടൻ്റെ അടുത്ത് CD മൂസയുടെ കാര്യം ഓഫ് കോഴ്സ് അത് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. കാരണം ദിലീപേട്ടൻ്റെ ഏത് മൂവി എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇടയ്ക്കൊന്ന് ഡൗൺ ആകുന്ന ടൈമിൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന മൂവികളാണ് ദിലീപേട്ടൻ്റെ മൂവീസ്. അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ വി ഫീൽ ബെറ്റർ, വി സ്മൈൽ, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അത് ഷോർട്ട് സാധനമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ CD മൂസയെ പറ്റി ഞാൻ ജോണി ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യം, പക്ഷേ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ അതിനകത്ത് അന്ന് ഉണ്ടായിരുന്ന ആക്ടേഴ്സ് ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഒടുവിൽ ചേട്ടൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ചേട്ടൻ അങ്ങനെ ചേട്ടൻ ഒരുപാട് പേരില്ല. അപ്പോൾ അതിനൊരു ചാലഞ്ച് ആകുമോ എന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രോജക്റ്റിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ ഇത് എന്തായിരിക്കും പറയാനുള്ളത്? ഇല്ല, അത് ഓരോ ഫിലിമും ഓരോ മിഷനല്ലേ. അപ്പോൾ ആ മിഷനിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് അയാളുടെ കുടുംബം, അയാളുടെ സറൗണ്ടിങ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. ഇനി CD മൂസേനെ നമ്മൾ വേറെ സ്ഥലത്തായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത്. CD മൂസയും ആ നായുമായിരിക്കും അതിൽ മെയിൻ ക്യാരക്ടേഴ്സ് വരാം. പിന്നെ നമ്മൾ മറ്റുള്ളവരൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ അവരുടെ ഒരു റിമൈൻഡർ എന്തായാലും ചിലപ്പോൾ സംഭവിച്ചേക്കാം. കാരണം അവരെ പോലത്തെ ലെജൻഡ് ആക്ടേഴ്സ് നമുക്ക് അത്രയും വലിയ ലോസാണ് ഉണ്ടായത്. ഇപ്പോൾ അയില ജഗദീഷ് ശ്രീകുമാർ, അമ്പിളിച്ചേട്ടനാണെങ്കിൽ നമ്മൾ വല്ലാത്തൊരു സങ്കടാവസ്ഥയിലായിപ്പോയി. അപ്പോൾ അദ്ദേഹം പിന്നെ അമ്മ ക്യാരക്ടർ, അച്ഛൻ ക്യാരക്ടർ, എല്ലാവരും ഒരു അല്ലേ റീപ്ലേസ് ചെയ്യാന്നുള്ളൊന്നുമില്ല, റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ. അതേപോലെ തന്നെ ദിലീപേട്ട 3 countries ഇപ്പൊ ഇതിനകത്തുള്ള കാശെടുത്ത് കഴിയുമ്പോൾ ദിലീപേട്ടനുണ്ട്, മമതയുണ്ട്. ഇപ്പൊ 3 countries ഇനി വരുമായിരിക്കും. 3 countries കഥ റാഫി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം അത് പ്രതീക്ഷ രസകരമായിട്ട് വരുന്നുണ്ട്, അത് അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അത് എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയാം. ഈ 2 countries ദിലീപേട്ടനുണ്ടായിരുന്നു, മമത ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ 3 countries നിങ്ങൾക്ക് ഇനി ഒരു കുട്ടി ഉണ്ടാവണം, അങ്ങനെ ആയിരിക്കും. ഇനിയിപ്പോ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ കഥ പറഞ്ഞു ഒന്നും അറിയരുത് കേട്ടോ. അതിന്റെ റൈറ്റും ചോദിച്ചു വരരുത്. ഞാൻ ആ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ആ റൈറ്റ്സ് എനിക്ക് തരണം. എനിക്കാണ് ഈ കഥയുമായി ബന്ധപ്പെട്ട ആരോ പഴയ പോലെ നിങ്ങളുടെ ഫ്രണ്ട് ഇല്ല, ഇത് എന്റെ ഉള്ളിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഇല്ല, ഒത്തിരി ആരുമില്ല. ആണോ? ദിലീപേട്ട അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ടീസർ കാണുമ്പോൾ ഈ 1 way എന്ന് മാറി വെഹിക്കിൾ മാറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ 1 wayലല്ല റൺവേയിൽ വരെ നിൽക്കുമെന്ന് പറഞ്ഞൊരു, അപ്പോൾ ആ ഒരു 1 way എന്ന് പറഞ്ഞ സിനിമ മറ്റേ ഒരു ഡയലോഗ് ഉണ്ട്, അടിസക്കെ എന്ന് പറഞ്ഞൊരു ഡയലോഗ്. അങ്ങനെയൊക്കെ ഒരു കണക്ട് ചെയ്യാൻ പറ്റിയോ ദിലീപേട്ടന് ആ ഒരു സിനിമയൊക്കെ? ഇല്ല, അത് അരുൺ പറഞ്ഞ ഡയലോഗായിരുന്നു പ്രസന്റ് ടൈമില്. കാരണം അവിടെ ഒരു ഡയലോഗിന്റെ ഒരു ആവശ്യമുണ്ട്, ഇയാളുടെ ഷാർപ്പായിട്ടൊരു ഡയലോഗ്. അപ്പോൾ അതാണ് പെട്ടെന്ന് അവിടെ അത് പറഞ്ഞത്. പക്ഷെ അത് വേറെ രീതിയിൽ നമുക്ക് ഓഡിയൻസ് അത് ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻസിന് പെട്ടെന്ന് കണക്റ്റഡ് ആവും. അത് നമുക്ക് കേൾക്കുമ്പോൾ ഫാൻസ് പെട്ടെന്ന് അത് കണക്ട് ചെയ്യും. ആസ് എ ഡയറക്ടർ ഞാൻ ഒരു ക്വസ്റ്റൻ ചോദിച്ചോട്ടെ. ഡയറക്ടർ മാത്രമല്ല പ്രൊഡ്യൂസർ ഏത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂവി റിലീസ് ആവുന്ന ടൈമിൽ ഇപ്പോൾ കറൻ്റ് നോക്കുകയാണെങ്കിൽ ഒരു റിവ്യൂ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഏത് നല്ല പടമാണെങ്കിൽ പോലും അത് ഏത് രീതിയിലുള്ള പടമാണെങ്കിലും ചിലപ്പോൾ മൈൻഡിൽ ആ ഒരു കോൺസെപ്റ്റ് കാണത്തില്ലേ, ഈ റിവ്യൂ എന്നുള്ളത്. അതിലെന്താണ് പറയാൻ ആ ഒരു? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റിവ്യൂ കാണുന്ന ആളല്ല. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ആരും അത് നോക്കാറില്ല. ഞാനങ്ങനെ റിവ്യൂ കണ്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരു സിനിമയും എനിക്ക് റിവ്യൂ കണ്ടിട്ട് ഞാൻ എല്ലാ സിനിമയും കാണുന്ന ആളാണ്. ഇപ്പോൾ അത് നല്ല സിനിമയാണെങ്കിലും മോശം സിനിമയാണെങ്കിലും ഒക്കെ ഞാൻ പോയി തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ എന്നെ റിവ്യൂ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. റിവ്യൂ ഞാൻ കാണാറുമില്ല. പിന്നെ ഈ ഇൻസ്റ്റയിലൊക്കെ കൊച്ചു കൊച്ചു കട്ട്സുകളൊക്കെ കാണുന്ന സമയത്താണ് ഓരോ റിവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. നമ്മളുടെ ഒരു ചിന്താഗതി അതുമ്പോൾ വേറെ ആൾ വന്നിട്ട് പിടിച്ചു വലിക്കുന്ന പോലെയാണത്. നമുക്ക് നമ്മുടെ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ സിനിമ എനിക്ക് കാണണം, നമുക്ക് അറിയാവുന്ന ആക്ടേഴ്സ്, നമ്മളിപ്പോൾ ആദ്യം സെർച്ച് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ആക്ടേഴ്സിൻ്റെ സിനിമ ഞാൻ റിവ്യൂ പോയി നോക്കാറില്ല. ആ സിനിമ മോശം സംഭവിക്കുന്ന എന്താ, നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്താണ്ടാവുമ്പോഴാണ് ആ സിനിമേനെ നമ്മൾ സിനിമ അത്ര പോരാ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത്. പക്ഷേ ഈ സിനിമകളുടെ എല്ലാം സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ ക്രിയേഷൻ എന്ന് പറഞ്ഞത് വല്ലാത്തൊരു, അത് എല്ലാവരും എൻ്റെ സിനിമ നല്ലതാണ് എന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. മോശമാക്കിയിട്ടൊരു സിനിമയും ചെയ്യുന്നില്ല. പക്ഷേ ആക്സിഡൻ്റലി ചിലപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ചിലത് നമ്മൾ വിചാരിക്കാത്ത സക്സസ്സിലേക്ക് അതിനെ കൊണ്ടുപോകും. അപ്പോൾ ഇതൊരു അതിന് ഫോർമുലയൊന്നുമില്ല, സക്സസ്ഫുൾ ഫോർമുലയൊന്നുമില്ല. ഇത് ഹാപ്പൻസ് അല്ലേ, സംഭവിക്കുന്ന സംഭവങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഞാനൊക്കെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ആക്ടറിൻ്റെ സിനിമ അന്ന് ഇത് പോയി നോക്കാം, പിന്നെ ആ സിനിമ കാണുക, പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ആ സിനിമേനെ ഞാൻ വിലയിരുത്തുക.
അപ്പോൾ വേറെ ആളുടെ ഒരു ഒപ്പീനിയൻ ആ സിനിമയിൽ അടിച്ച അത് നമ്മുടെ കഴിവില്ലായ്മയിൽ മാറുകയാണത്. നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. നമുക്കൊരു സിനിമ ഇഷ്ടമാണെങ്കിൽ നമുക്ക് കാണാം. റിവ്യൂസിനെ നമ്മൾ പിടിച്ച് പോകാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും ആലോചിക്കുന്നത് വെച്ചിട്ട് ഈ ഫാസ്റ്റ് ലൈഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 2.5 മണിക്കൂർ ഞാൻ അത് നോക്കിയിട്ട് എടുക്കുക, അവിടെയാണ് ഇത് കുഴപ്പമാവുന്നത്. അവിടെയാണ് വേറെ ആൾക്കാർ മുതലെടുക്കുന്നത്. അപ്പോൾ ബെറ്റർ നമ്മൾ തീരുമാനിക്കും. നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഒപ്പീനിയൻസ് ആവാം, പിന്നെ നമുക്ക് ഡിസിഷൻ എടുക്കാം. അടിച്ചേൽപ്പിക്കുന്നതിനോടാണ് നമുക്കെതിരെ. അപ്പോൾ എന്തായാലും നവംബർ 10-ാം തീയതി നമ്മൾക്ക് ബാൻഡ്ര വരികയാണ്. ഒത്തിരി അല്ലേ, ഓൾമോസ്റ്റ് 2 years ഉള്ള ഒരു കഷ്ടപ്പാടാണ് ബാൻഡ്ര ഫൈനലി നമ്മുടെ അടുത്തേക്ക് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചിരുന്നതിന് ദിലീപ് ഏട്ടനും അരുണേട്ടനും അതേപോലെ തന്നെ തമന്ന മാമിനും താങ്ക് യു സോ മച്ച്. Thank you. So it was very wonderful interviewing you for the first time. Thank you. Yeah, and 3 പേരെയും hope to see you again very soon. Yes. Yes. Beautiful Yes. movie ആയി മാറി. Yes. Thank you. എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. Thank you so much. Thank you. Thank you.